ഹലോ ഗായ്സ്, വെൽക്കം ടു അഞ്ജൂസ് വേൾഡ്. അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇവിടെ റൂമിൽ വന്നിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഞാൻ അഞ്ജുവിനോടൊപ്പം ക്യാമറമാൻ വിജയ് മച്ചാൻ. നമ്മുടെ മച്ചാണ് പിന്നെ ഇംഗ്ലീഷ് അറിയുന്നുള്ളൂ. പിന്നെ ഇവളും വല്ലേ. അപ്പം നമ്മളിതാ ലിവർ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം രജിയാണ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രജി, എന്തൊക്കെയാണ് നിന്റെ ഇൻഗ്രീഡിയൻസ്? ഫസ്റ്റ് ഓണിയൻ, കറിവേപ്പില, ഗ്രീൻ ചില്ലി, അതിനുശേഷം മസാല ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലി. ഇതൊക്കെ സാധാരണ. ഇതിലൊക്കെ സ്പെഷ്യൽ എന്താ ഫുഡ് ഉണ്ടാക്കുമ്പോ കുറച്ച് സ്നേഹം കൂടി ഇടുക, അടിപൊളിയായിരിക്കും. ഇതിലേക്ക് നമ്മൾ കുറച്ച് പെപ്പർ ആഡ് ചെയ്യാണ് ഗൈസ്. സോറി ബ്രോ, എൻ്റെ ഇടയ്ക്ക് ഞാൻ കാല് ചവിട്ടി ഗൈസ്. ഒരു 1000 ചവിട്ടും കൊത്തു എനിക്ക് തന്നു. വിജയ മച്ചാനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? ഇത് നിങ്ങളുടെ കേരളത്തിന്റെ ചങ്കും ചങ്കിടിപ്പുമായ വിജയ മച്ചാൻ ഇതാ നമ്മുടെ കിച്ചണില് ഉള്ളിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊരു പെൺകുട്ടിയുടെ ചാനലാണ്. ആരും എനിക്കുള്ള തെറി അതിനകത്ത് അയക്കരുത്, മോശമാണ്. അവളൊരു സ്റ്റാർട്ടറാണ്. തുടക്കത്തിൽ തന്നെ അവളെ വെറുപ്പിക്കരുത്, നിരാശപ്പെടുത്തല്ല. തെറി കേട്ടിട്ട് എനിക്ക് എന്ത് തെറി വിളിക്കണമെങ്കിൽ എന്റെ അക്കൗണ്ടിൽ ഒന്ന് ധൈര്യമായിട്ട് വിളിക്കും. അപ്പൊ നമ്മുടെ വിജയ് മച്ചാൻ ഇതാ കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട് ചട്ടി. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരണം കേട്ടോ. എന്റെ കൂട്ടുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല, കാരണം എനിക്ക് ഹോട്ടൽ തുടങ്ങാനുള്ളതാണ്. ഹോട്ടൽ തുടങ്ങിയിട്ട് നിങ്ങൾ എല്ലാവരും പോയി കഴിക്കും കഴിച്ചു. വയർ ചീത്തയാവാതെ നോക്കിയാൽ ഭയങ്കര എനിക്കറിയത്തില്ല എന്താവോ എന്തോ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഷെഫാണ്, കുക്കാണെന്നൊക്കെ. കണ്ടറിയണം. അതെ, കണ്ടറിയണം, നോക്കാം നമുക്ക്. കടുക് ആയില്ല. അച്ഛൻ എന്തെങ്കിലും പറയൂ. എന്ത് പറയാനാണ്? സുഖാണോ? നന്നായി പോകുന്നു. എന്താണ് വിശേഷം? കൊച്ചിയിലെ വിശേഷങ്ങൾ പറയാമോ? ഇവ വന്നതുകൊണ്ട് എന്റെ അടുക്കള ഇവരെ കൊണ്ടേ ഇതായാലും കിടക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. മേ ബി ഞാൻ എന്തായാലും ഒരു 1.5 ഇയറിനുള്ളിൽ ഒരു കട തുടങ്ങും. പുട്ടും ബീഫും, അതുപോലെ പുട്ടും ചിക്കനും. എന്റെ ചിക്കൻ ലൈക്ക് കറി പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കരമായിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര ഹൈപ്പായിരിക്കും. അതിന് നല്ല ഇത് കിട്ടും, കോമ്പിനേഷൻ ഭയങ്കരമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആലപ്പുഴക്കാരുടെ സ്പെഷ്യൽ ഇല്ലേ കപ്പയും മീൻകറി? കപ്പയും മീൻകറി ഓൾറെഡി എല്ലായിടത്തും ഉണ്ടല്ലോ. എന്നാലും നിന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന സ്പെഷ്യൽ അല്ലേ? കപ്പ ഉണ്ടാക്കാൻ അറിയത്തില്ല. മാങ്ങ അച്ചാർ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം ഗൈസ്. യെസ്, ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോട്ടോ. പാർസലും കൊണ്ട് വരും ചേട്ടൻ. പാഴ്സൽ വേണമെന്നുള്ളവരെ അറിയിച്ചാൽ മതി, പാഴ്സൽ വരും. കൊറിയർ ചെയ്യാം. പണ്ട് ഞാൻ എന്റെ കാമുകിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ അച്ചാറൊക്കെ. കാമുകിയൊക്കെ കൊണ്ട് കൊടുത്ത് വേസ്റ്റായി പോയി. അവള് പിന്നെ ഏതോ മാവേനെ അണ്ടി കണ്ടിട്ട് പോയി. I want that face also. That Gaika face. അപ്പൊ നമ്മള് മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട്. എന്തൊക്കെയാ? മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ പൗഡർ, ചിക്കൻ മസാല, ഗരം മസാല, അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട്. ഇവിടെ ആക്കിക്കൊണ്ട് നമ്മള് എന്തോരം സവാള വഴറ്റുന്നു ഗ്രേവിക്ക് അത്രയും ടേസ്റ്റ് വരും. ഓക്കെ, ഇനി കുറച്ച് ഉപ്പ് തരാമോ? അപ്പൊ ഗൈസ് ഉപ്പേ വരുന്നുള്ളൂ. നിന്നെ കൊല്ലു ഞാൻ. ഒരു വേനിച്ചാല് ചിലപ്പോ എപ്പോഴാ കൈ ഓങ്ങുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അബദ്ധത്തിൽ എങ്ങാനും വരും, താഴെ നിന്നായിരിക്കും വരുന്നത്. അപ്പൊ ചാടി ഇനി മുളക് മഞ്ഞപ്പൊടി. നീ പോയി നിന്റെ ചെറുക്കൻ്റെ അടുത്ത് പട്ടി തട്ടു.
പൊസിഷൻ ഒക്കെ ഇല്ലേ? വീഡിയോ ഇപ്പൊ നീ വൈറലാവും. ലോകത്തിന് സെലിബ്രേറ്റ് എന്നിട്ട് പെണ്ണിനെ കൊണ്ട് ഇരിക്കുന്നത് അത് റിമൂവ് ചെയ്യണം. ഇച്ചിരി പാട് എടുത്തേ മങ്കൂടി എടുത്തേ. മുളക് പൊടി ചിക്കൻ മസാല ഇട്. ചിക്കൻ മസാല ഇവിടെ കവറിലിരിക്കുന്നു. എടി ഇഞ്ചി വെളുത്തുള്ളി ചാച്ചാ അതല്ലേ പേസ്റ്റ് ഇതായിരിക്കുന്നേ. എന്ത് ചതച്ചതാ. വെളുത്തുള്ളി വേണമെങ്കിൽ ഇതൊന്നും എടുത്തു വന്നാ. വെളുത്തുള്ളി ചതക്ക്. ചതയ്ക്കാൻ ഇവിടെ ഒന്നും ഇല്ല. ഇത് ഞാൻ കട്ട് ചെയ്തായിരുന്നു. ഇത് വെളുത്തുള്ളി ചതച്ചല്ലേ? ആ രണ്ടും ഉണ്ടോ അതില്? അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൊടി, ചില്ലി പൗഡർ കഴിഞ്ഞു. ഇനി ചിക്കൻ മസാല. നിങ്ങളുടെ ഇത് കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ കഴിക്കട്ടെ. ചിക്കൻ മസാല നമുക്ക് അങ്ങനെ സ്പൂണ് കണക്കൊന്നും ഇല്ല ഗൈസ്. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഓക്കെ അല്ലേ? ജസ്റ്റ് ഇട്ടാ മതി. മസാല പിടിപ്പിച്ച് വെച്ചാൽ മതി. ഉപ്പിട്ടോ നീ? ആ ഉപ്പിട്ടു. അപ്പൊ ഇത് കുറച്ച് മസാല പിടിക്കട്ടെ കേട്ടോ. എന്റെ കൈ കഴിയില്ലെങ്കിൽ എരിയും. കൈ കഴുകിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അവന് മുഖത്ത് തേക്കിയിട്ട് അപ്പൊ ഞാനും കൈ വരട്ടോ അല്ലേടി? ഓക്കെ കാട്ടി. ചിക്കൻ അങ്ങ് ആഡ് ചെയ്യുകയാണ് ഗൈസ്. ഇത് കളയണ്ട ഗൈസ്. ഇത് പിടിക്കുന്ന സാധനമില്ലേ? ഇതോ അപ്പം നമ്മൾ അതിലേക്ക് ചിക്കൻ ചേർത്തു. ചിക്കൻ ചേർത്ത് അതിനുശേഷം ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതായത് ഈ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാനായിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുന്നു. നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിരിക്കുകയാണ്. കുറച്ചില്ല, കുറച്ചുകൂടി വേണം. ഇനിയും വേണം. പിന്നെ ചിക്കൻ വേണ്ടേ? ഓക്കെ. പിന്നെ ഉപ്പിടണം. എന്തൊക്കെ പരിപാടി ഉണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. പെട്ടെന്ന് ഫുഡ് തരാമോ? അതൊരു അരമണിക്കൂർ. ശരി. ഈ ചാറ് പറ്റട്ടെ. നമ്മുടെ കറി ഒരിക്കലും ചാറ് കറി ബെറ്റർ ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഡ്രൈ ആയിരിക്കണം. എങ്കിൽ അത് സൂപ്പറാവും. നെക്സ്റ്റ് ഫിറോസൊക്കെയാണ് ഗൈസ്. ഫിറോസൊക്കെ വെല്ലുവോ നിങ്ങൾ? നീ ഇത് കഴിച്ചിട്ട് പറയണേ എങ്ങനെ ഉണ്ടെന്ന് കേട്ടാ. ഞാൻ പറയും. ആത്മാർത്ഥമായിട്ട് പറയണേ. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയും. ഞാൻ അല്ലെങ്കിലും ആത്മാർത്ഥതയുള്ളവളാണ്. യെസ്. എടാ മോളെ ഇത് അടച്ചു വെക്കാനുള്ള പാത്രം എവിടെ? കറി എന്തായി മച്ചാന്? എന്താ അഭിനയം. കറി ഏകദേശം ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പാത്രം പെട്ടെന്ന് സ്റ്റീലിന്റെ ആയതുകൊണ്ട് പെട്ടെന്ന് കയറി അടിക്ക് പിടിക്കുന്നുണ്ട്. ചാറ് അപ്പൊ എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങനെ അടി ഇതാക്കി കൊടുക്കണം. നമുക്ക് ഈ കറി ചാറ് പറ്റിയാലേ കുറച്ചുകൂടി ഡ്രൈ കളർ ആയാലേ സൂപ്പറാവും. യെസ്. അടിപൊളിയാണ്. ലിവർ കറി ഒരു രക്ഷയില്ല. ഇങ്ങനെ പറയുന്ന വിശ്വസിക്കണ്ട കേട്ടോ. ചുമ്മാ പറയുന്നത്. റിയാക്ഷൻ ഭയങ്കര പട്ടിത്തണ്ടി. പൊറോട്ടയും അതുപോലെ തന്നെ ലിവറിന്റെയും ഇത് കഴിച്ചോണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മള് രാവിലെ തൊട്ട് ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. വിജയുടെ അടുത്തത് റൈസും. അതെ, അടുത്ത നമ്മള് റൈസും അതുപോലെ തന്നെ എന്താ ചിക്കൻ സ്പെഷ്യൽ ചിക്കൻ പറ. നമ്മുടെ ചിക്കന്റെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല പുളിയുള്ള മോരുകറിയും നല്ല പുളിയും എരിവുള്ള കടുമാങ്ങയും ഇതെല്ലാം കൂടെ വെച്ച് മിക്സ് ചെയ്ത് കഴിക്കണം. പിന്നെ ഇവളുടെ കരളും ഉണ്ട്. എന്റെ കരളില്ല, ഈ കോഴിയുടെ കരള്, കോഴിക്കരളിങ് വരും. അപ്പൊ ഇത് വെച്ചിട്ടാണ് അടിക്കുന്നത്.
കരളാണ് പെട്ടെന്ന് തീർന്നത്. കണ്ട കോഴി കൊക്കി മുട്ടയിടാൻ പോവാ. കഴിക്ക്. കടുമാങ്ങ എടുക്കുക. ഞാൻ അച്ചാർ ടേസ്റ്റ് ചെയ്തു കേട്ടോ, അടിപൊളിയാണ്. ഒരാള് ആരോ പ്രിപ്പയർ ചെയ്തതാണ്, നന്നായിട്ടുണ്ട് എന്തായാലും ഏതാ അച്ചാർ. ഏതോ ഒരു ഏതോ ഒരാൾ ആർക്കോ വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ് ഗൈസ്. ഗൈസ് ആ പ്രിപ്പറേഷൻ നമുക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാവും ആർക്ക് വേണ്ടിയാണല്ലേടാ. അതെ അതെ, മിസ് ചെയ്യും ആ സമയം. ആ സമയത്ത് മിസ് ചെയ്യും. അയ്യോ ഇത് എനിക്ക് വേണ്ടി അന്ന് ചെയ്ത് കൊണ്ടുവന്നു പറയണത്. മോരിയാറി എനിക്ക് ഇഷ്ടമായി. വിജയ് മച്ചാന്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഞാൻ ടേസ്റ്റ് ചെയ്യാണ് ഗൈസ്. കാണുമ്പോഴേ അറിയാമല്ലോ കൊള്ളാം, പക്ഷേ ഇച്ചിരി ഇച്ചിരി കരിഞ്ഞു പോയി ഗൈസ്. അത് നമ്മുടെ ഇവരുടെ പാത്രത്തിന്റെ കുഴപ്പമാണ് ഗൈസ്. പെട്ടെന്ന് കയറി ചൂടാണ്, എന്റെ കുഴപ്പമില്ല. മസാല ഞാൻ പോയി സ്റ്റവ് ലോയിൽ വെച്ചിട്ട് വരും, ഇവ എന്ത് ചെയ്യും അതിനെ ഇനി വീണ്ടും കൂട്ടും, അപ്പൊ കരിയും. എനിക്ക് വേറെ എന്തോ ഒന്നും ഉണ്ടാക്കാനുണ്ടായിരുന്നു. വേറെ ഒന്നും ഉണ്ടാക്കാനുണ്ടായിരുന്നില്ല, അവിടെ കിടന്ന് ചുമ്മാ മടിയൻ. ഞാൻ കൊറേ ദിവസമായി നല്ല ഇത്. ഈ അരിയുടെ പേരെന്താ? കേരള റൈസ് മീൻസ് ഈ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അങ്ങനൊന്നുമില്ല നമ്മുടെ നന്നായിട്ടുണ്ട് നാട്ടിലെ ഗൈസ്. വെള്ളയരി. അത് തന്നെ അടിപൊളി, കൊള്ളാം, സൂപ്പർ.